ഹായ് ഓൾ, വെൽക്കം ടു ജെയിലൻ കോപ്പറേറ്റീവ് ബാങ്കിങ്. ഞാൻ വിഷ്ണു പുഷ്പരാജ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകില്ലേ, കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസിനെ കുറിച്ചാണ്. കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് ആണ്. അപ്പം നമ്മുടെ സഹകരണ മേഖലയിലെ എക്സാംസുകൾ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ നോക്കുന്നത് CSEB എക്സാമുകളാണല്ലോ. പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് CSEB ആണ്. പിന്നെ ഇപ്പോൾ കേരള PSCയുടെ ഇപ്പം നമുക്ക് നിലവിൽ KS ഗാർഡ് ബാങ്ക് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ JCA ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിലേക്കുള്ള JCA നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉടനെ തന്നെ വരും. കാരണം യോഗ തീരുമാനങ്ങളൊക്കെ ആയിരിക്കുകയാണ്. ഈ മാസം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് ഇന്ന് ഞാൻ ഈ കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് ആണ് പഠിപ്പിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. മുൻകൂട്ടി കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്ക് 100 മാർക്കിൻ്റെ പരീക്ഷ, 100 മാർക്കിൽ ഇപ്പം നിലവിലെ ഒരു സാഹചര്യം വെച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന പരീക്ഷയിൽ ഏകദേശം 80 റേഞ്ചാണ് കട്ട് ഓഫ് വരുന്നത്. 80 മാർക്ക്, അതായത് 100-ൽ 80 മാർക്ക് ആ ഒരു റേഞ്ചിൽ കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ജസ്റ്റ് ഈ കട്ട് ഓഫ് 80 മാർക്ക് മേടിച്ചത് കൊണ്ട് നമുക്ക് എന്താണ് അത്ര ഒരു അഡ്വാൻറ്റേജ് കിട്ടില്ല. ഏറ്റവും മിനിമം കട്ട് ഓഫ് എത്രയാണോ ഒരു നോർമൽ കട്ട് ഓഫിനെക്കാട്ടിലും ഒരു 3-4 മാർക്ക് അല്ലെങ്കിൽ ഒരു 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രാജാക്കന്മാരാണ് കേട്ടോ. 5 മാർക്ക് കിട്ടി രാജാക്കന്മാരാണ്. അപ്പോൾ മിനിമം ഞാൻ പറയുന്നു ഇപ്പോൾ 80, 81, 82 കട്ട് ഓഫ് വരാം. നമുക്കൊരു 85 മാർക്ക് എന്ത് ചെയ്തിരിക്കണം, ടാർഗറ്റ് ചെയ്യണം. 100-ൽ 85 മാർക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്ത് വേണം പഠിക്കാൻ. നമ്മൾ കോർ സബ്ജക്റ്റുകൾ വരുന്നത് 70 മാർക്കിനാണ് അല്ലേ. കോർ വരുന്നത് കോപ്പറേറ്റീവ് ലോയ്, ബാങ്കിങ്, കോർപ്പറേഷന്, അക്കൗണ്ടിങ്, ഇതാണ് നമ്മുടെ കോർ സബ്ജക്റ്റുകൾ വരുന്നത് 70 മാർക്കിനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇംഗ്ലീഷ്, GK, മാത്സ് വരുന്നത് 30-നുമാണ് അല്ലേ. 30 മാർക്കിന് വരുന്നു. 70 മാർക്കിന് കോറും, 30 മാർക്കിന് 10 ഇംഗ്ലീഷ്, 10 മാർക്ക് GK, 10 മാർക്ക് മാത്സ്. അപ്പം ഇത് രണ്ടിനും കൂടി 85 മാർക്ക് മേടിക്കണമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ടാസ്ക് അല്ല. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം അല്ലേ. അത്ര എളുപ്പമുള്ള ടാസ്ക് എളുപ്പത്തിൽ കിട്ടുമോ? അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല 85 മാർക്ക് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട്, അതായത് ക്ലാസ്സിന് മുമ്പേ ഞാൻ ജസ്റ്റ് പറയുകയാണ്, നമുക്ക് ഒരു ചിട്ടയോടെ ഉള്ളൊരു പഠനം നമ്മൾ കാഴ്ചവെക്കണം. നമുക്ക് പ്രോപ്പറായിട്ട് ഒരു സിലബസ് ഉണ്ട്. ആ സിലബസ് ബേസ്ഡായിട്ട് ചിട്ടയോടെ, എനിക്ക് സിലബസ് അത്ര ചെറുതൊന്നുമല്ല, അത്യാവശ്യം പഠിക്കാനുണ്ട്. ഇപ്പോൾ കോപ്പറേറ്റീവ് ലോയുടെ ആണെങ്കിൽ 15 മാർക്കാണ്, കോർപ്പറേഷനും 15. പക്ഷേ കോർപ്പറേഷൻ സിലബസ് അത്യാവശ്യം വരുന്നില്ല. അത്യാവശ്യം വൈഡ് സിലബസ് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. അതോടൊപ്പം തന്നെ ബാങ്കിങ്ങിൻ്റെ 20 മാർക്കാണ് സിലബസ്, ഒരല്പം പഠിക്കാനുണ്ട്. 20 മാർക്ക് അക്കൗണ്ടിങ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 70 മാർക്കിൻ്റെ പരീക്ഷയാണ് അല്ലേ, 70 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ അവിടെ മിനിമം നമുക്കൊരു 60 മാർക്ക്, 60 മാർക്കെങ്കിലും ഓർത്ത് നോക്കാം മക്കളെ, 60 മാർക്കെങ്കിലും നമുക്ക് ഈ 70 കോർ സബ്ജക്റ്റിൽ നിന്ന് 60 മാർക്ക് നമുക്ക് അവിടെ ലഭിക്കണം. പിന്നെ അപ്പുറേ, അതായത് ഇംഗ്ലീഷ്, GK, മാത്സ് 30 അല്ലേ, അവിടെ നിന്ന് നമുക്കൊരു 25 കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 7, 6, 6, 8, 5, 85 മാർക്കാണ്. ഇപ്പം ഈ ഒരു രീതിയിലേക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താണ്, നമുക്കൊരു സിലബസ് ബേസ്ഡ് ആയിട്ട് തന്നെ പഠിക്കണം. ഫസ്റ്റ് കാര്യം അതാണ്, സിലബസ് കംപ്ലീറ്റ് പഠിക്കണം. അതോടൊപ്പം തന്നെ നമുക്കൊരു സ്റ്റഡി പ്ലാൻ വേണ്ടേ അല്ലേ. ചുമ്മാ അങ്ങോട്ട് ചവർ പോലെ പഠിച്ചിട്ട് കാര്യമില്ല. ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് തന്നെ പഠിക്കണം. കാരണം ഈ ടോട്ടലായിട്ടുള്ള സിലബസിനെ നമുക്ക് ഏകദേശം ഒരു 90 ദിവസം അല്ലെങ്കിൽ ഒരു 100 ദിവസം പോട്ടെ, മാക്സിമം ഞാൻ പറയുകയാണ് 4 മാസം, 4, 12, ഒരു 120 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ എന്ത് വരണം, നമുക്കൊരു സ്റ്റഡി പ്ലാൻ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. വേണമല്ലോ, സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. അതനുസൃതമായിട്ട് ഓരോ ദിവസവും ചിട്ടയോടെ ടോപ്പിക്സുകൾ പഠിക്കണം. അതിൻ്റെ മോഡൽ എക്സാംസുകൾ ചെയ്ത് പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, മോഡൽ എക്സാംസുകൾ ചെയ്യണം. പരീക്ഷ എഴുതി റെഡിയാകണം. അതോടൊപ്പം തന്നെ പ്രോപ്പറായിട്ടുള്ള റിവിഷൻ വേണം. ഇപ്പോൾ നമ്മൾ ഒരാഴ്ച മിനിമം 2 ദിവസങ്ങൾ റിവിഷൻ വേണ്ടി മാറ്റി വെക്കണമെന്നാണ് ഞാൻ ഇപ്പോഴും പറയുക. 5 ദിവസം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോളൂ, 2 ദിവസം നമുക്ക് റിവിഷൻ വേണം. ഇങ്ങനെ ഒരു ചിട്ടയോടെയുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ സക്സസ് ആകുന്നത്. നമ്മളെപ്പോഴും കേൾക്കാറില്ലേ, സക്സസ് ഈസ് നോട്ട് ആൻ ആക്സിഡൻറ്റ്. സക്സസ് എന്ന് പറയുന്നത് അതൊരു ആക്സിഡൻ്റ് അല്ല, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു കണ്ടിന്യൂസ്, കാരണം കുറേ കാര്യങ്ങൾ ചെയ്ത് ഒരു പ്രോസസ്സിൽ കൂടെ മാത്രമേ നമുക്ക് സക്സസ് ആകാൻ പറ്റുകയുള്ളൂ. അപ്പം ഈ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ആയിക്കോട്ടെ, നമുക്കൊരു 4 മാസം, ഞാനിപ്പോഴും ഇവിടെ 4 മാസം അല്ലെങ്കിൽ 6 മാസം, മാക്സിമം ഒരു 6 മാസം കൊണ്ട് നമുക്ക് സെറ്റ് ആകണ്ടേ വേണ്ടേ. എല്ലാവർക്കും അങ്ങനെ ആഗ്രഹമില്ലേ, 6 മാസം കൊണ്ട് സെറ്റ് ആകണ്ടേ. നമുക്കൊരു 6 മാസം നമുക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിട്ടയോടെ പഠിക്കണം, പരീക്ഷകൾ എഴുതുന്ന പരിശീലിക്കണം, കണ്ടൻസുകൾ പ്രോപ്പറായിട്ട് പഠിക്കണം, റിവിഷൻ വേണം, ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് വേണം. ഇങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഒരു 6 മന്ത്സ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ, CSEB പരീക്ഷ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാം, ഒരു സംശയവും വേണ്ട. അപ്പോൾ ഞാൻ ചിട്ടയോടെയുള്ള പഠനം വേണം. ഓക്കെ,
അപ്പം നമ്മൾ ഇവിടെ അതിൻ്റെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ പ്രോപ്പറായിട്ട് നമ്മുടെ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എത്ര സിമ്പിളായിരുന്നോ കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഇന്ന് ജസ്റ്റ് എന്താണ് നമുക്കൊരു ക്ലാസ് നോക്കിയാൽ കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് വളരെ പ്രധാനപ്പെട്ട കോർപ്പറേഷൻ്റെ പാർട്ടിൽ വരുന്നതാണ് കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ ഇതിലെ കുറച്ച് ടോപ്പിക്സുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഞാൻ പറയും പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് 2019-20 കാലഘട്ടത്തിലൊക്കെ 40 കമ്മിറ്റീസ് ആയിരുന്നു പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ. 1, 2 അല്ല 40 കമ്മിറ്റി പഠിക്കണമായിരുന്നു. ഇപ്പോഴോ നോക്കിയേ, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി 1, കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് അല്ലെങ്കിൽ VL മേത്ത കമ്മിറ്റി 2, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, പിന്നെ ക്രാഫി കാർഡ് കമ്മിറ്റി, ACRC കമ്മിറ്റി. ഇത്തരം കമ്മിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കേണ്ട കമ്മിറ്റീസാണ് കേട്ടോ. നോക്കിയേ, വളരെ ചുരുക്കം 4 അല്ലെങ്കിൽ 5 കമ്മിറ്റീസ് മാത്രം പഠിച്ചാൽ മതി. 5 കമ്മിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിൽ നിന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലേറ്റസ്റ്റ് എക്സാംസുകൾക്കെല്ലാം ഈ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളത്. ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് പഠിക്കേണ്ടി വരില്ല. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് നോക്കുക, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഓർക്കുക, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കാരണം ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കുന്ന കമ്മിറ്റിയാണ് സർവേ കമ്മിറ്റി. ഓക്കെ, എത്രത്തോളം വിശേഷണങ്ങളാണ്. അല്ലെങ്കിൽ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് മാഗ്ന കാർട്ട നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പണ്ട് നമ്മളൊക്കെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട് മാഗ്ന കാർട്ട അല്ലേ, ഇംഗ്ലണ്ടിൽ വന്ന നിയമമല്ലേ. അപ്പം അതിന് തത്തുല്യമാണെന്നാണ് പറയുക ഏത് സർവേ കമ്മിറ്റി. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ചോദ്യം മസ്റ്റായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് ഈ ഒരു കമ്മിറ്റിയെ കുറിച്ച് പഠിക്കാൻ പറയുന്നുണ്ട്. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോയിന്റഡ് ദ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഇൻ ആഗസ്റ്റ് 1951. എടാ മക്കളെ, ഒരു കമ്മിറ്റി പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം ആ കമ്മിറ്റിയുടെ പേരെന്താണ്. ഒരു കമ്മിറ്റിക്ക് എന്തുണ്ട്, ഒരു പേരുണ്ടായിരിക്കും അല്ലേ. ഒരു കമ്മിറ്റിക്ക് പേരുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഏതൊരു കമ്മിറ്റിയും അതിൻ്റെ ചെയർമാൻ്റെ പേരിലും അറിയപ്പെടും. ക്ലിയർ ആകുന്നുണ്ടോ? എന്താ പറഞ്ഞത്, ഏതൊരു കമ്മിറ്റിയും അതിൻ്റെ ചെയർമാൻ്റെ പേരിലും എന്താണ് അറിയപ്പെടും എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടുത്തെ കമ്മിറ്റിയുടെ പേര് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, അല്ലെങ്കിൽ ഷോർട്ട് ഫോമിൽ നമുക്ക് AIRCSC എന്ന് പറയും. എന്താണ് മക്കളെ? AIRCSC, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി പറയുന്നുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോയിന്റഡ്. അപ്പോൾ ഏതൊരു കമ്മിറ്റിയെ ആണെങ്കിലും ഓർത്ത് വെച്ചേക്കുക, ഒരു അപ്പോയിന്റിങ് അതോറിറ്റി ഉണ്ടാവും. അതായത് ഏതൊരു കമ്മിറ്റിയാണ് കമ്മീഷൻ ആയിക്കോട്ടെ, അതിനെ ഒരു അതോറിറ്റി, ഒരു അധികാരി അപ്പോയിന്റ് ചെയ്യും. ഒന്നെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആവാം, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആകാം, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് കേരള ആകാം. മനസ്സിലാക്കുക, ഒരു അപ്പോയിന്റിങ് അതോറിറ്റി ഉണ്ട്. ഇപ്പോൾ കമ്മിറ്റിയുടെ പേര് നിങ്ങൾ പഠിച്ചല്ലോ, എൻ്റെ ഒപ്പം പഠിച്ചല്ലോ, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. എല്ലാവരും മനസ്സിൽ പറഞ്ഞ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി എന്നാണ് കേട്ടോ. ഈ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്ത അധികാരി അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആരാണ് മക്കളെ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോയിന്റഡ് ദ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഇൻ ദ ഇയർ 1951. ആഗസ്റ്റ് 1951 സർവേ കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തത്. എല്ലാവരും ഓർത്ത് വെച്ചേക്കുക, ആരാ അപ്പോയിന്റ് ചെയ്തത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പഠിച്ചല്ലോ, പഠിച്ചു. അടുത്ത പോയിന്റാണ്, ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ദ കമ്മിറ്റി വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലാൻഡ് മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താ പറയുക, ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്, അല്ലെങ്കിൽ ഈ കമ്മിറ്റിയെ എന്താണ് പറയുക, ഇന്ത്യൻ സഹകരണ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലെന്നാണ് വിശേഷിപ്പിക്കുക. അത്രത്തോളം പ്രാധാന്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ വിശേഷങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അടുത്ത പോയിന്റിൽ പറയുന്നത് ശ്രീ AD ഗോർവാല വാസ് ദി ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? അധ്യക്ഷൻ ആരാണ്? AD ഗോർവാലയാണ്. ആരാണ് അധ്യക്ഷൻ? AD ഗോർവാല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞടാ മക്കളെ, ഏതൊരു കമ്മിറ്റി ആയിക്കോട്ടെ അതിൻ്റെ ചെയർമാൻ്റെ പേരിലും അറിയപ്പെടും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് വിശേഷിപ്പിക്കാം, ദ കമ്മിറ്റി ഈസ് ഓൾസോ നോൺ ആസ് ഗോർവാല കമ്മിറ്റി. ഇപ്പോൾ AD ഗോർവാലയാണ് ഇതിൻ്റെ ചെയർമാൻ. അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റിയെ നമുക്ക് ഈ ഗോർവാല കമ്മിറ്റി എന്ന് വിശേഷിപ്പിക്കാം. ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ, ഗോർവാല കമ്മിറ്റിയെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ പറയുന്നുണ്ട് ദ അതർ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. അപ്പൊ ഈ കമ്മിറ്റിയിൽ ഇതിന്റെ ചെയർമാൻ ആണ് AD ഗോർവാല. മറ്റ് ചില അംഗങ്ങൾക്കുണ്ട് അല്ലേ, മറ്റ് ചില അംഗങ്ങൾ കൂടിയുണ്ട്, അവരെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ആദ്യം പറയുന്നുണ്ട് പ്രൊഫസർ DR ഗാഡ്ഗിൽ. രണ്ടാമത് പറയുന്നുണ്ട് ശ്രീ B വെങ്കിടപ്പയ്യൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് RBI. അപ്പോൾ രണ്ടാമത്തെ ആളാരാണ്? ശ്രീ B വെങ്കിടപ്പയ്യാണ്. ആദ്യം പറഞ്ഞു പ്രൊഫസർ DR ഗാഡ്ഗിൽ, രണ്ടാമത് പറയുന്നു ശ്രീ B വെങ്കിടപ്പയ്യ അല്ലേ, ദ ദെൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് RBI. RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു അന്നത്തെ ആര്?
ശ്രീ ബി വെങ്കടാബൈ. പിന്നെ പറയുന്നുണ്ട് ഡോക്ടർ NSR ശാസ്ത്രി. ഇപ്പം നിങ്ങൾ പഠിച്ചേ AD ഗോർവാല ചെയർമാൻ പ്രൊഫസർ DR ഗാഡ്ഗിൽ. പിന്നെ ശ്രീ വെങ്കടാബൈ അന്നത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് RBI ആയിരുന്നു. പിന്നെ പഠിക്കാനുണ്ട് ഡോക്ടർ NSR ശാസ്ത്രി. ആരാണ്? ദെൻ ഡയറക്ടർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് RBI കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഈ കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കുക. ആരാണ്? അത് NSR ശാസ്ത്രിയാണ്. ചോദിച്ചിട്ടുണ്ട്. AD ഗോർവാല കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആരാണ് മക്കളെ? NSR ശാസ്ത്രിയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. AD ഗോർവാല ചെയർമാൻ പ്രൊഫസർ DR ഗാഡ്ഗിലുണ്ട്. പിന്നെ പറയുന്നുണ്ട് ശ്രീ വെങ്കടാബൈ ഉണ്ട്, NSR ശാസ്ത്രി ഉണ്ട്. NSR ശാസ്ത്രി ആരാണ്? മെമ്പർ സെക്രട്ടറി എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനിയും പഠിക്കുന്നുണ്ട് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി വാസ് ദ ഫസ്റ്റ് കമ്മിറ്റി ടു സ്റ്റഡി ദ വർക്കിംഗ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഓർത്ത് വെക്കുക. എന്താ പറയുക? അതായത് ഇന്ത്യയിലെ സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സഹകരണ മൂവ്മെന്റ്, കോപ്പറേറ്റീവ് മൂവ്മെന്റ്, സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം, വർക്കിങ്ങിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്ത ആദ്യ കമ്മിറ്റിയാണ് സർവേ കമ്മിറ്റി. ഇപ്പോൾ സർവേ കമ്മിറ്റി മറ്റു വിശേഷണമല്ലേ എനിക്ക് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി വാസ് ദ ഫസ്റ്റ് കമ്മിറ്റി ടു സ്റ്റഡി ദ വർക്കിംഗ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് പഠിക്കാൻ അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് സർവേ കമ്മിറ്റി എന്ന് ഓർത്ത് വെച്ചേക്കും. അപ്പം എന്നാ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്? 1951 1951 കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്. പറയുന്നുണ്ട് ദ കമ്മിറ്റി സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ ദ ഇയർ 1954. അപ്പോൾ കമ്മിറ്റി എന്നാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്? 1954. കമ്മിറ്റി എന്നാണ് അപ്പോയിന്റ് ചെയ്തത്? 1951. കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത അതോറിറ്റി ആരാണ്? അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ അല്ലേ? നോക്കിയേ അടുത്ത പോയിന്റ് നോക്കിയേ. ദ കമ്മിറ്റി ഫൗണ്ട് ദാറ്റ് only 3.1% of the total credit requirements were dispersed through cooperative society. അപ്പോൾ ഈ കമ്മിറ്റി പഠിച്ചിട്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അപ്പോൾ കമ്മിറ്റി പറയുകയാണ് കമ്മിറ്റി ഫൗണ്ടഡ് ദാറ്റ്. കമ്മിറ്റി എന്താണ് കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ നമുക്ക് നോക്കാം. പറയുന്നുണ്ട് നോക്കിയേ 3.1% ഓഫ് ദി ടോട്ടൽ ക്രെഡിറ്റ് റിക്വയർമെന്റ്സ് വെയർ ഡിസ്പേഴ്സ്ഡ് ത്രൂ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് അന്നത്തെ ക്രെഡിറ്റ് റിക്വയർമെന്റ് എന്ന് പറയുക പണത്തിൻ്റെ ആവശ്യകത അല്ലേ. അതായത് ആ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഫണ്ട് ആവശ്യമുണ്ട്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് വായ്പയാണ് അല്ലെങ്കിൽ ഫണ്ടാണ് അല്ലേ. 3.1% ഓഫ് ദി ടോട്ടൽ ക്രെഡിറ്റ് റിക്വയർമെന്റ്സ് വെയർ ഡിസ്പേഴ്സ്ഡ് ത്രൂ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് നോക്കുക ടോട്ടൽ ക്രെഡിറ്റ് നീഡ്സിൻ്റെ അല്ലെങ്കിൽ ക്രെഡിറ്റ് എന്താ പറയുക റിക്വയർമെന്റ്സിൻ്റെ 3.1% 3.1% മാത്രമേ സഹകരണ സംഘങ്ങളിൽ കൂടെ ആൾക്കാർക്ക് ലഭിക്കുന്നുള്ളൂ. അതായത് നമ്മുടെ സമൂഹത്തിൽ ആവശ്യമായിട്ടുള്ള മൊത്തം ഫണ്ടിൻ്റെ 3.1% മാത്രമേ സഹകരണ സംഘങ്ങളിൽ കൂടെ നൽകുന്നുള്ളൂ. പിന്നെ പറയുന്നുണ്ട് ആൻഡ് ദി ഗവൺമെൻറ് ഏജൻസി പ്രൊവൈഡ് ഓൺലി 3.3%. 3.1% ആര് കൊടുക്കുന്നു? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കൊടുക്കുന്നു അല്ലേ. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കൂടെ. പിന്നെ പറയുന്നുണ്ട് 3.3%. നിങ്ങൾ ആലോചിക്കാം 100-ലാണേ 3.1% മാത്രമേ സഹകരണ സംഘങ്ങൾ കൂടെ ജനങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി 3.3% ഗവൺമെന്റ് ആണ് നൽകുക അല്ലേ. ത്രൂ ഗവൺമെന്റ് ഏജൻസീസ് മുഖേനയാണ് 3.3% പ്രൊവൈഡ് ചെയ്തത്. ഇനി പറയുകയാണ് നോക്കിയേ ഓൺ ദി അതർ സൈഡ് അബൌട്ട് 93.6% ഓഫ് ദ ക്രെഡിറ്റ് റിക്വയർമെന്റ്സ് ഓഫ് ദ ഫാർമേഴ്സ് വെയർ സപ്ലൈഡ് ബൈ ദ പ്രൈവറ്റ് മണി ലെൻഡേഴ്സ്. അത് ആലോചിച്ച് നോക്കിയേ. അന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുക്കുന്നത്, കടം കൊടുക്കുന്നത് ആരാണ്? ടോട്ടൽ ആവശ്യം നീഡിൻ്റെ 3.1% മാത്രമേ നമ്മുടെ സംഘങ്ങൾ കൊടുക്കുന്നുള്ളൂ. 3.3% മാത്രമേ ഗവൺമെൻറ് ഏജൻസീസ് കൊടുക്കുന്നുള്ളൂ. ബാക്കി 93.6% അല്ലേ നമ്മുടെ കർഷകർക്ക് ലോൺ കൊടുത്തുകൊണ്ടിരുന്ന ആരാണ്? അത് പ്രൈവറ്റ് മണി ലെൻഡേഴ്സാണ്. ആരാ മക്കളെ? പ്രൈവറ്റ് മണി ലെൻഡേഴ്സാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി സഹകരണം അത്ര സക്സസ് ആയിട്ടില്ല. ഉണ്ടോ? സക്സസ് ആയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഫണ്ടും സംഘങ്ങൾ കൊടുക്കേണ്ടി വരുന്നതന്നെ അല്ലേ. ഇനി പറയുന്നുണ്ടെങ്കിൽ ദ ലോൺസ് വെയർ ഗ്രാൻറ്റഡ് ഓൺലി ഓൺ ദി സെക്യൂരിറ്റി ഓഫ് ലാൻഡ് ആൻഡ് അതർ അസറ്റ് ആൻഡ് ദോസ് ഹു കുഡ് നോട്ട് ഓഫർ സച്ച് സെക്യൂരിറ്റീസ് വെയർ കൺസിഡർഡ് ആസ് നോൺ വർത്തി. അപ്പോൾ ലോൺ നൽകിയിരുന്നു ലോൺസ് വെയർ ഗ്രാൻറ്റഡ് ഓൺലി ഓൺ ദ സെക്യൂരിറ്റി ഓഫ് ലാൻഡ്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോൺ നൽകിക്കൊണ്ടിരുന്നത്? ഓക്കെ, ദ ലോൺസ് വെയർ ഗ്രാൻറ്റഡ് ഓൺലി ഓൺ ദ സെക്യൂരിറ്റി ഓഫ് ലാൻഡ് ആൻഡ് അതർ അസറ്റ്. അതായത് സ്ഥലത്തിൻ്റെയും മറ്റ് ആസ്തികളുടെയും ജാമ്യത്തിൽ മേലാണ് അല്ലെങ്കിൽ സെക്യൂരിറ്റിന്മേലാണ് ലോൺ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ അത് കൊടുക്കാൻ, അങ്ങനെ സെക്യൂരിറ്റീസ് കൊടുക്കാൻ കഴിയാത്തവരെ നമ്മൾ എന്തെന്ന് കണക്കാക്കി? കൺസിഡർഡ് ആസ് നോൺ വർത്തി. കേട്ടോ, നോൺ വർത്തി എന്ന് കണക്കാക്കി ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറയുന്നുണ്ട് ദ കമ്മിറ്റി ഫൗണ്ട് ദാറ്റ്. അങ്ങനെയാണ് കമ്മിറ്റി ഇത് ഒരുപാട് തവണ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാൻ ഇത്തരം കാര്യങ്ങളാണ്.
ഇത് മാത്രം പഠിച്ചാൽ പോരാ കേട്ടോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഈ അവസാനം പറയാൻ പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താ പറയുന്നത് നോക്കിയേ, ദ കമ്മിറ്റി ഫൗണ്ട് ദാറ്റ് കമ്മിറ്റി എന്ത് കണ്ടെത്തി നോക്കിയേ, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് വാസ് നോട്ട് ഓഫ് ദി റൈറ്റ് ടൈം, വാസ് നോട്ട് ദി റൈറ്റ് ക്വാണ്ടിറ്റി, ഡിഡ് സെർവ് ദ റൈറ്റ് പർപ്പസ് ആൻഡ് ക്യാൻ ഓഫൻ ഫെയിൽ ടു റീച്ച് ദി റൈറ്റ് പീപ്പിൾ. അതായത് പ്രോപ്പറായിട്ട് ലോൺ കൊടുക്കാൻ പറ്റുന്നില്ല, ആവശ്യക്കാരന് ആവശ്യമുള്ള സമയത്ത് ലോൺ കൊടുക്കാൻ പറ്റുന്നില്ല, അതും അവന് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ. അതായത് അവിടെ ക്രെഡിറ്റ് നീഡ് ഒരു രീതിയിലും കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ കൂടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ക്രെഡിറ്റ് നീഡ് ആ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ കൂടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പറയുകയാണ് കോർപ്പറേഷൻ ഹാസ് ഫെയിൽഡ്. ഈ ഒരു ഐഡിയോളജി ഫെയിലായി. കോർപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് ഇറ്റ് മസ്റ്റ് ബി സക്സീഡഡ്. അതായത് പ്രോപ്പറായിട്ട് കറക്റ്റ് ആൾക്കാർക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ റൈറ്റ് ടൈമിൽ എന്ത് കൊടുക്കാൻ പറ്റുന്നില്ല, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല, ലോൺ കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പറയാണ് കോർപ്പറേഷൻ ഹാസ് ഫെയിൽഡ് അല്ലേ. കോർപ്പറേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഐഡിയോളജി ഹാസ് ഫെയിൽഡായി. പക്ഷേ ബട്ട് ഇറ്റ് മസ്റ്റ് ബി സക്സീഡ്. ഫെയിലായി, പക്ഷേ ഇത് സക്സീഡ് ആവണം കേട്ടോ, ഇത് സക്സീഡ് ആവണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, കമ്മിറ്റി നല്ല റെക്കമെൻഡേഷൻ അല്ലായിരുന്നു, പറഞ്ഞു നല്ല രീതിയിൽ ലോണൊന്നും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഐഡിയോളജി ഫെയിലായി അല്ലേ, കോർപ്പറേഷൻ ഹാസ് ഫെയിൽഡ്, പക്ഷേ ഇത് സക്സീഡ് ചെയ്യണം. ഓക്കെ, ഇനി പറയുന്നത് കമ്മിറ്റി സബ്മിറ്റഡ് ദ റിപ്പോർട്ട് ഇൻ 3 വോള്യൂംസ്. ഇപ്പം കമ്മിറ്റി 3 വാല്യൂം, മലയാളത്തിൽ വാല്യൂം എന്ന് പറയും, ഇംഗ്ലീഷ് വോളിയം എന്ന് പറയും അല്ലേ. കമ്മിറ്റി 3 വോള്യത്തിലാണ് ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. നെയിംലി സർവേ റിപ്പോർട്ട്, ടെക്നിക്കൽ റിപ്പോർട്ട് ആൻഡ് ജനറൽ റിപ്പോർട്ട്. ഏതൊക്കെ രീതിയിലാണ് നോക്കിയേ, സർവേ, ജനറൽ, ടെക്നിക്കൽ. ഇതിനിപ്പോൾ ക്രമം നോക്കണ്ട, നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി, GST എന്ന് പഠിച്ചാൽ മതി. എന്താണ് മക്കളെ GST എന്ന് പഠിച്ച്, GST എല്ലാവർക്കും അറിയാമല്ലോ. GST മീൻസ് എന്താ, നമ്മളിവിടെ പഠിക്കുന്നത് എങ്ങനെ, ജനറൽ, സർവേ, ടെക്നിക്കൽ അല്ലേ. എന്താ പറയുക, G ഫോർ ജനറൽ, സർവേ ആൻഡ് ടെക്നിക്കൽ കേട്ടോ. 3 വോള്യത്തിലാണ് കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. പറയുന്നുണ്ട് കൺസിഡറിങ് ദിസ് സ്പെഷ്യൽ ക്യാരക്ടർ ഓഫ് ദിസ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്റെ ക്യാരക്ടേഴ്സിനെ അതിൻ്റെ ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയാം അല്ലേ, കൺസിഡർ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ദിസ് റിപ്പോർട്ട് ഈസ് നോൺ ആസ് ദി മാഗ്ന കാർട്ട ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് അല്ലേ. ആ സഹകരണ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ എന്താ പറയുക കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കാം. PYQ കേട്ടോ, അതൊരു PYQ ആണ്. ഇത് പഠിച്ചോണേ, PYQ ആണ്. എന്താ പറയുക, പറയുന്നുണ്ട് കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ മാഗ്ന കാർട്ട ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇനി പറയുന്നുണ്ട് ഇൻ ഓർഡർ ടു റിവിറ്റലൈസ് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ്, അതായത് സഹകരണ പ്രസ്ഥാനത്തിനെ റിവിറ്റലൈസേഷൻ, പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറയും അല്ലേ. പുനരുദ്ധീകരണം നടത്തുക അല്ലെങ്കിൽ പുനരുജ്ജീവിക്കുക എന്ന് പറയും. അങ്ങനെ റിവിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ആൻഡ് സ്ട്രെങ്തൻ ഇറ്റ് എക്സ്റ്റേണലി ആൻഡ് ഇന്റേണലി. അതായത് സഹകരണ പ്രസ്ഥാനം ഓൾറെഡി ഫെയിൽഡ് ആയെന്ന് ഇവർ പറഞ്ഞു, അത് സക്സീഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവർ പറയുന്നതാണ് കുറച്ച് റെക്കമെൻഡേഷൻ, സഹകരണ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി കുറേ നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുകയാണ് നമ്മുടെ കമ്മിറ്റി മുൻപോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദ കമ്മിറ്റി റെക്കമെൻഡഡ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് സ്കീം ഓഫ് റൂറൊക്കെ എടുത്ത് പിന്നെ കുറേ അധികം നിർദ്ദേശങ്ങളും കമ്മിറ്റി മുൻപോട്ട് വെക്കുന്നുണ്ട്. നോക്കിയാലോ, എന്താണ് കുറച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതുറക്കത്തിൽ ചോദിച്ചാലും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതെല്ലാം കേട്ടോ, അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആദ്യം പറയുന്നുണ്ടേ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയാം. സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, ക്രോപ്പ് ലോൺ സിസ്റ്റം, ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, ഓർഗനൈസേഷൻ ഓഫ് ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് SBI, ട്രെയിനിങ് ഓഫ് പേഴ്സണൽ ഓർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, എഫക്റ്റീവ് സൂപ്പർവിഷൻ ആൻഡ് ഓഡിറ്റ്, ക്രിയേഷൻ ഓഫ് വേരിയസ് ഫണ്ട്സ്. ഇത് പഠിക്കണം, ഒരു ക്വസ്റ്റ്യൻ ഉറപ്പ്. എന്താണ് നോക്കിയേ, സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, രണ്ടാമത് പറയുന്നത് ക്രോപ്പ് ലോൺ സിസ്റ്റം, പിന്നെ ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, ഓർഗനൈസേഷൻ ഓഫ് ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് SBI, ട്രെയിനിങ് ഓഫ് പേഴ്സണൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, എഫക്റ്റീവ് സൂപ്പർവിഷൻ ആൻഡ് ഓഡിറ്റ് ആൻഡ് ക്രിയേഷൻ ഓഫ് വേരിയസ് ഫണ്ട്സ്. നമുക്കിനി ഇതും കൂടെ ഒന്ന് വിശദമായിട്ട് നോക്കിയാലോ. എന്താണ് സംഭവം, ഇതിപ്പോൾ പേര് എന്താണ് സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്താണെന്ന് അറിയണം. പിന്നെ ക്രോപ്പ് ലോൺ സിസ്റ്റം എന്താണെന്ന് അറിയണ്ടേ, നമുക്ക് നോക്കാം കേട്ടോ. പറയുന്നുണ്ട് സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സംസ്ഥാനം അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ന് പറയാം. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആണ്. പറയുന്നുണ്ട് നോക്കിയേ, ദ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ്
or government participation is one of the important recommendation of the committee. ഈ കമ്മിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ശുപാർശയായിരുന്നു എന്തെന്ന് പറയുക, സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് പാർട്ടിസിപ്പേഷൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. The committee strongly recommended that the state government should participate in the share capital of cooperative society. എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ടിസിപ്പേഷൻ, പങ്കാളിയാകുക. അതായത് സഹകരണ സംഘങ്ങളിൽ ഗവൺമെന്റ് പങ്കാളിയാകുക. ചുമ്മാ അങ്ങോട്ട് പോയിട്ട് ഞാൻ എന്നെ പാർട്ണർ ആക്കാവോ എന്ന് ചോദിച്ചാൽ പറ്റുമോ? ഇല്ല. ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇതാ മക്കളെ നോക്കിയേ, ദ കമ്മിറ്റി സ്ട്രോങ്ലി റെക്കമെൻഡഡ് ദാറ്റ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതിപ്പോൾ ഒരു സഹകരണ സംഘമാണെങ്കിൽ, ഇതൊരു സഹകരണ സംഘമാണെങ്കിൽ എന്താ പറയുക, ഗവൺമെന്റ് ഇവരിൽ നിന്ന് ഗവൺമെന്റ് ഷെയർ മേടിക്കണം, ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നടത്തണം എന്ന് ഓർത്ത് വെച്ചേക്ക്. പിന്നെ പറയുന്നുണ്ട്, ദ കമ്മിറ്റി അപ്രീഷിയേറ്റഡ് ദ ഗവൺമെന്റ് ഫോർ ടേക്കിംഗ് വേരിയസ് മെഷേഴ്സ് ടു ഇംപ്രൂവ് ദ കോപ്പറേറ്റീവ് സെക്ടർ. ഇതോടൊപ്പം തന്നെ കമ്മിറ്റി ഗവൺമെന്റിനെ എന്താണ് അഭിനന്ദിക്കുന്നുണ്ട്. കാരണം അവർ കുറേ നടപടികൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഗവൺമെൻറ് കുറേ അധികം മെഷേഴ്സുകൾ അല്ലെങ്കിൽ മുൻകൈ എടുക്കുന്നുണ്ട്. അതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് അവരെ അഭിനന്ദിക്കുന്നുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇവിടെ പറയുന്നുണ്ട് നോക്കിയേ, ദ കമ്മിറ്റി വാസ് ഓഫ് ദ വ്യൂ ദാറ്റ് ദ ഗവൺമെൻറ് ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് അപ്പെക്സ് സൊസൈറ്റി ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി ഇൻ സെൻട്രൽ ആൻഡ് പ്രൈമറി സൊസൈറ്റി. അപ്പോൾ ഇവിടെ പറയുന്ന കമ്മിറ്റി എന്തോ അർത്ഥമാക്കാന്ന് ചോദിച്ചാൽ അപ്പെക്സ് അംഗങ്ങളിൽ നിന്ന്, ഇവിടെ ഓർത്ത് വെച്ചേക്കുക ഇത് അപ്പെക്സ് അംഗമാണ് അല്ലേ, അപ്പെക്സ് സൊസൈറ്റിയിൽ നിന്ന് ഗവൺമെന്റോടെ നേരിട്ട് പങ്കാളിയാകുക. അതായത് നേരിട്ട് ഗവൺമെന്റ് അപ്പെക്സ് സംഘത്തിൽ നിന്ന് ഷെയർ മേടിക്കുക. പിന്നെ പറയുന്നുണ്ട് നോക്കിയേ, ഇൻഡയറക്ട്ലി ഇൻ സെൻട്രൽ ആൻഡ് പ്രൈമറി സൊസൈറ്റി. ആ സെൻട്രൽ ആൻഡ് പ്രൈമറി സൊസൈറ്റിയിൽ ഇൻഡയറക്റ്റ് ആയിട്ടും പങ്കാളിയാകുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഡയറക്റ്റ് പങ്കാളി എന്ന് പറഞ്ഞാൽ നേരിട്ട് പോയി ഷെയറിങ് മേടിച്ചാൽ ഡയറക്റ്റ് പങ്കാളിയായി. ഇൻഡയറക്റ്റ് പങ്കാളി എന്ന് പറഞ്ഞാലോ, എന്താ ഇൻഡയറക്റ്റ് പങ്കാളി? നേരിട്ട് ഷെയർ മേടിക്കുന്നില്ല. അപ്പെക്സ് സംഘത്തിന് ഗവൺമെന്റ് അപ്പെക്സ് സംഘത്തിന് കാശ് കൊടുത്തിട്ട് അവരെ കൊണ്ട് മറ്റ് സംഘങ്ങളുടെ ഷെയർ മേടിപ്പിച്ചാൽ അവിടെ ഇൻഡയറക്റ്റ് പങ്കാളിയായി. ഒരു കാരണവശാലും എന്താണ് അപ്പെക്സ് സംഘത്തിൽ മാത്രം നേരിട്ട് പങ്കാളിയാകുകയും ഇനി സെൻട്രൽ സംഘം അല്ലെങ്കിൽ പ്രൈമറി പ്രാഥമിക സംഘങ്ങളിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പങ്കാളിയാകണമെന്നും വിശേഷിപ്പിക്കുന്നുണ്ട് എന്നോർത്ത് വെച്ചേക്കുക കേട്ടോ. ഗവൺമെന്റ് പറയുന്നുണ്ട് എന്ത് ചെയ്യണം, ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ വേണം. ഷെയർ മേടിക്കാം, ഒന്നുകിൽ നേരിട്ട് മേടിക്കാം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് മേടിക്കാം. ഇനിയും പറയാണ് ക്രോപ്പ് ലോൺ സിസ്റ്റം അല്ലേ, ക്രോപ്പ് ലോൺ സിസ്റ്റം പറയുന്നുണ്ട്. ഇറ്റ് വാസ് അനദർ ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻ. The poor person had no land or tangible asset offered as equity for loan. പറയുന്നുണ്ട് കുറേ ആൾക്കാർക്ക് എന്താണ് കൂടുതലും പാവപ്പെട്ടവരല്ലേ, അവിടെ വലിയ സ്വന്തമായിട്ട് സ്ഥലവോ അസറ്റോ ഒന്നും ഇല്ല. അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യണം, ആസ് പെർ ദി സിസ്റ്റം ദ ഫാർമേഴ്സ് ഗെറ്റ് ലോൺസ് ഓൺ ദ സെക്യൂരിറ്റി ഓഫ് ദി ആൻറ്റിസിപ്പേറ്റഡ് ക്രോപ്സ് വിച്ച് ഹി ഈസ് ടു ബി റേസ്ഡ് ബൈ യൂട്ടിലൈസിംഗ് ക്രെഡിറ്റ് അവൈലബിൾ ഫ്രം ദ സൊസൈറ്റി. സംഘത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ക്രോപ്സ് സെറ്റ് ചെയ്യുന്നു. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അല്ലേ. അപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് ക്രോപ്സാണ്, ഇപ്പം നിലവിലൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കൃഷി ചെയ്യുന്നു, അപ്പം അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോൺ കൊടുക്കണമെന്നാണ് പറയുക. ആൻറ്റിസിപ്പേറ്റഡ് ക്രോപ്സിൻ്റെ അടിസ്ഥാനത്തിൽ ലോൺ കൊടുക്കണം. ഇനി ഫീച്ചേഴ്സ് ഓഫ് ക്രോപ്പ് ലോൺ സിസ്റ്റം. ക്രോപ്പ് ലോൺ സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ദ എമൗണ്ട് ഓഫ് ക്രോപ്പ് ലോൺ ഷുഡ് ബി ഇൻ പ്രൊപ്പോർഷൻ ടു ദി ക്യാഷ് ഔട്ട്ലേ പെർ ഏക്കർ ഓഫ് ദ ലാൻഡ്. നമുക്ക് അവിടെ നിന്ന് കിട്ടാൻ പോകുന്നത്, ഫോർ എക്സാമ്പിൾ നാളെ ഞാൻ കുറച്ച് ലോൺ എടുത്തുനിന്ന് എന്തെങ്കിലും കൃഷി ചെയ്യുന്നു, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ മുൻനിർത്തി കണ്ടുകൊണ്ട് അപ്പോൾ അവിടെയുള്ള ആൻറ്റിസിപ്പേറ്റഡ് ക്രോപ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോൺ കൊടുക്കുക. ഇവിടെ പറയുന്നുണ്ട് ദ എമൗണ്ട് ഓഫ് ക്രോപ്പ് ലോൺ ഷുഡ് ബി ഇൻ പ്രൊപ്പോർഷൻ ടു ദ ക്യാഷ് ഔട്ട്ലേ പെർ ഏക്കർ ഓഫ് ലാൻഡ്. ഓക്കെ, അപ്പോൾ ക്യാഷ് ഔട്ട്ലേ അടിസ്ഥാനത്തിലായിരിക്കണം. പിന്നെ പറയുന്നുണ്ട് ദ ലോൺ ഈസ് ഡിസ്പേസ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് ഐദർ ഇൻ ക്യാഷ് ഓർ കൈൻഡ്. അപ്പോൾ ഒന്നെങ്കിൽ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ആയിട്ടോ, വിളകളായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ക്യാഷ് അല്ലാതെ ഒന്നെങ്കിൽ ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ കൈൻഡ് ആയിട്ട്. ഇപ്പം കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മറ്റ് സംഘം എന്താണ് മറ്റ് സാഹചര്യങ്ങളുണ്ടല്ലോ, കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മറ്റ് എന്തെങ്കിലും രീതിയിൽ കൊടുക്കുക. അതായത് എന്താ പറയുക, ക്രോപ്പായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷി ചെയ്യാനുള്ള വിത്തുകളായിട്ടോ എങ്ങനെയെങ്കിലും കൊടുക്കുക. ഒന്നുകിൽ ക്യാഷ് ആയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ കൈൻഡായിട്ട് കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വേണം കൊടുക്കണം, ഒറ്റയടിക്ക് കംപ്ലീറ്റ് ക്യാഷ് കൊടുക്കരുത്. കുറച്ച് ക്യാഷ് കൊടുക്കുക, പിന്നെ കുറച്ച് കൈൻഡായിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ ഇൻസ്റ്റാൾമെൻറ്റിൽ ഒന്നേ ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ കൈൻഡായിട്ട്. അടുത്ത പറഞ്ഞത് ദ ലോൺ എമൗണ്ട് ഷുഡ് ബി ഇൻ കൈൻഡ് ടു ദ മാക്സിമം നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കാതെ കൈൻഡ് ആയിട്ട് കൊടുക്കുക. ഇപ്പോൾ വിളകളായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക വളങ്ങളായിട്ടോ എങ്കിലും ക്യാഷ് ഓർ കൈൻഡ് എന്നാണ് പറയുക. മാക്സിമം കൈൻഡ് ആയിട്ട് കൊടുക്കാൻ തന്നെ ശ്രമിക്കുക. പിന്നെ പറയുന്നത് സൊസൈറ്റി ഷുഡ് ഹാവ് എ സ്റ്റാറ്റ്യൂട്ടറി ചാർജ് ഓൺ ദി ക്രോപ്സ് റേസ്ഡ് ബൈ ദ മെമ്പർ ഹു അവൈഡ് ദ ലോൺ ഫ്രം ദ സൊസൈറ്റി. ഇപ്പം ഒരു വ്യക്തി, ഇതൊരു വ്യക്തിയാണ് കേട്ടോ, ഒരു വ്യക്തി എന്ത് ചെയ്യുകയാണ്, സൊസൈറ്റിയിൽ നിന്ന് പോയി ലോൺ എടുക്കുന്നു.
സൊസൈറ്റി, ഇതൊരു സൊസൈറ്റിയാണ്. സൊസൈറ്റിയിൽ നിന്ന് പോയി ലോൺ എടുത്തിട്ട് എന്ത് ചെയ്യുകയാണ്, സൊസൈറ്റിയിൽ നിന്ന് പോയി കുറേ ലോൺ എടുത്തിട്ട് അദ്ദേഹം ഇവിടെ വന്ന് കൃഷി ചെയ്യുന്നല്ലേ. ഇതൊരു അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ്, വരച്ച് കാണിക്കുകയാണ്. ഇവിടെ കുറേ കൃഷികൾ ഇങ്ങനെ കൃഷി ചെയ്യുക. അപ്പോൾ പറയുന്നുണ്ട് ഇദ്ദേഹം ഈ കൃഷി ചെയ്ത സ്ഥലമുണ്ടല്ലോ, അതായത് ഇദ്ദേഹം കൃഷി ചെയ്ത ക്രോപ്സിൽ നോക്കിയേ, there should be the society should have a statutory charge on the crops raised by the members. അതായത് ഈ മെമ്പർ ഈ സൊസൈറ്റിയിൽ നിന്നും ലോൺ എടുത്ത് കൃഷി ചെയ്യുന്നു അല്ലേ, ക്രോപ്സ് സെറ്റ് ആക്കുന്നു, ക്രോപ്പ് ചെയ്യുന്നു. ഇപ്പം ഇതിനുള്ള അവകാശം ആർക്കാണ്? ഈ വ്യക്തിക്കല്ല, അത് സംഘത്തിനായിരിക്കും എന്നാണ് പറയുക അവകാശം. അതായത് ഇപ്പം ഞാൻ ഒരു സംഘത്തിൽ പോയി ലോൺ എടുത്തിട്ട് അതുകൊണ്ട് എന്തെങ്കിലും കൃഷി ചെയ്യുമെങ്കിൽ അതിൽ ആ കൃഷിയിൽ വരുന്ന അവകാശം ആർക്കാണ്? എനിക്കല്ല, സൊസൈറ്റിക്കാണെന്നാണ് പറയുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത പറയുന്നുണ്ട് there should be efficient supervision on the utilization of loan and measures for recovery of loan in update. പറയുന്നുണ്ട് നമ്മൾ പോയി നോക്കണം. സംഘം ലോൺ കൊടുത്താൽ മാത്രം പോരാ, ഇവൻ ആ പൈസയ്ക്ക് കറക്റ്റായിട്ട് ഇതൊക്കെ ഇവൻ ഇവിടുന്ന് ലോൺ എടുത്തു, സംഘം നോക്കണം, ഇവിടുത്തെ സ്റ്റാഫുകൾ വന്ന് നോക്കണം എന്നാണ് പറയുക, അല്ലെ സൊസൈറ്റി വന്ന് നോക്കണം ഇവൻ കറക്റ്റായിട്ട് നമ്മൾ കൊടുത്ത പൈസയ്ക്ക് ഇവനവിടെ കൃഷി തന്നെ ചെയ്യുകയാണോ അതോ അവൻ പേഴ്സണലായിട്ട് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിച്ചതെന്ന് നോക്കണം അല്ലേ. എഫക്റ്റീവായിട്ടുള്ള ഒരു മേൽനോട്ടം വേണമെന്നാണ് പറയുക. കാരണം നമ്മൾ കൊടുക്കുന്ന ലോൺ ഇവൻ പ്രോപ്പറായിട്ട് ആ കാര്യത്തിന് വേണ്ടി എന്തിനാണോ ലോൺ എടുത്ത ക്രോപ്പ് ലോൺ അല്ലേ, അതിന് കൃഷിക്കായിരിക്കും, അപ്പോൾ പ്രോപ്പറായിട്ട് അവൻ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്നാണ് പറയുക കേട്ടോ. പിന്നെ പറയുന്നുണ്ട് ആ ലോൺ ഷുഡ് ബി ഗിവൺ ഓൺ ആൻറ്റിസിപ്പേറ്റഡ് ക്രോപ്സ്. ആൻറ്റിസിപ്പേറ്റഡ് ക്രോപ്സിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോൺസ് പ്രൊവൈഡ് ചെയ്യാനെന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം കഴിഞ്ഞു. മൂന്നാമത്തെ ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് കേട്ടോ. നമുക്ക് ആ ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഇത് മനസ്സിലാക്കണം. ഹിയർ the cooperative credit society in a particular area shall be linked with a marketing society function in the area. ഇതിപ്പോൾ നമ്മുടെ ഒരു പ്രവർത്തന പരിധി, ഒരു ഏരിയ ഓഫ് ഓപ്പറേഷൻ ആണെന്ന് വിചാരിക്കുക. ഇത് വായ്പ കൊടുക്കുന്ന സംഘം, ഓക്കെ, ഇതൊരു മാർക്കറ്റിംഗ് സംഘം കേട്ടോ. നമുക്ക് ഒരു മാർക്കറ്റിംഗ് സൊസൈറ്റി ആണെന്ന് വിചാരിക്കും. ഇതൊരു മാർക്കറ്റ് സൊസൈറ്റിയാണ്, മാർക്കറ്റിംഗ് സൊസൈറ്റിയാണ്. ഇതൊരു ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. ദ ഫാർമേഴ്സ് ആഫ്റ്റർ മേക്കിംഗ് പ്രൊഡ്യൂസ് ഔട്ട് ഓഫ് ലോൺ റിസീവ്ഡ് ഫ്രം ദ ക്രെഡിറ്റ് സൊസൈറ്റി ഷുഡ് ബി മാർക്കറ്റഡ് ത്രൂ ദ പർട്ടിക്കുലർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി. അതായത് ഇപ്പം ഒരു വ്യക്തി നോക്കിയേ, ഒരു വ്യക്തി നമ്മുടെ ക്രെഡിറ്റ് സംഘം വായ്പാ സംഘത്തിൽ നിന്ന് ലോൺ എടുക്കുന്നു. ഈ വ്യക്തി ഈ വായ്പാ സംഘത്തിൽ നിന്ന് ലോൺ എടുത്തിട്ട് കൃഷി ചെയ്യുന്നു. അപ്പം അവൻ്റെ ആ കാർഷിക ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, അപ്പോൾ അവൻ എന്താണോ കൃഷി ചെയ്യുന്നത്, ഇപ്പോൾ കപ്പയായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, ആ കാർഷിക ഉൽപ്പന്നങ്ങൾ അവൻ ഈ മാർക്കറ്റിംഗ് സംഘത്തിൽ കൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിപണനം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അവൻ പേഴ്സണലായിട്ട് കൊണ്ട് വിൽക്കരുത്. അവൻ എന്ത് ചെയ്യണം, ആ മാർക്കറ്റിംഗ് സംഘത്തിൽ കൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ്. അങ്ങനെ കണ്ടീഷനൊക്കെ നമുക്ക് വെക്കും കേട്ടോ. അപ്പോൾ എന്താണ്, ഈ ക്രെഡിറ്റ് സംഘവും ഈ മാർക്കറ്റിംഗ് സംഘവും കൂടെ ഒരു ലിങ്കിങ് ഉണ്ടായിരിക്കും. ഹിയർ ദ ഇന്റർമീഡിയറ്റ്സ് ക്യാൻ ബി അവോയ്ഡഡ് ആൻഡ് ഫെസിലിറ്റേറ്റ് ടു ഗെറ്റ് എ ഗുഡ് പ്രൈസ് ഫോർ ദെയർ പ്രൊഡ്യൂസ്. ഇപ്പം എന്താ പറയുക, അപ്പോൾ ഇവൻ ഇവിടെ നേരിട്ട് മാർക്കറ്റിംഗ് സംഘത്തിൽ കൊണ്ട് സാധനം കൊടുത്താൽ മതി, മാർക്കറ്റിംഗ് സംഘത്തിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോഡക്റ്റ് വിൽക്കാം. ഓക്കെ, അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഇടനിലക്കാരില്ല, ഇവന് അത്യാവശ്യം ഇവൻ്റെ പ്രോഡക്റ്റിന് നല്ല പൈസ കിട്ടുമെന്നല്ലേ പറയുക. സിമിലർലി ലോൺ ടേക്കൺ ബൈ ദ മെമ്പേഴ്സ് ഫ്രം ക്രെഡിറ്റ് സൊസൈറ്റി മേ ബി റീപെയ്ഡ് ഔട്ട് ഓഫ് ദെയർ സെയിൽ പ്രൊസീഡിങ്സ്. ഓക്കെ, ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് ദ ക്രെഡിറ്റ് സൊസൈറ്റി ടു ദ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി. അപ്പം ഇങ്ങനെ വരുമ്പം എന്താണ്, ഇവർ തമ്മിലൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടും. അപ്പം ഇവർക്ക് നമ്മുടെ സംഘത്തിന് കിട്ടാനുള്ള പൈസ ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഈ സെയിൽസ് പ്രൊസീഡിംഗ് കൂടെ ഈ സംഘത്തിന് കിട്ടാനുള്ള ഫണ്ട് കിട്ടുകയും ചെയ്യും. ശരിയല്ലേ? നിങ്ങൾ ആലോചിക്കുക, ഇവൻ ലോൺ എടുക്കുന്നു, സംഘത്തിന് ലോൺ എടുക്കുന്നു, കൃഷി ചെയ്യുന്നു, അവൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ അവിടെയുള്ള മാർക്കറ്റിംഗ് സംഘം, നമ്മൾ ക്രെഡിറ്റ് സംഘമായിട്ട് ലിങ്ക് ചെയ്ത മാർക്കറ്റിംഗ് സൊസൈറ്റി കൂടെ വിൽക്കുന്നു. അപ്പോൾ എന്താണ് ഇവൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഇടനിലക്കാർ വേണ്ടല്ലോ, നല്ല ഫണ്ട് കിട്ടും, അതോടൊപ്പം നമുക്കും ഫണ്ട് കിട്ടത്തില്ലേ, നമ്മുടെ ലോണും അടഞ്ഞു പൊക്കോളും. ഓക്കെ, അതാണ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഓർഗനൈസേഷൻ ഓഫ് ലാർജ് സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റി ആണ് അല്ലേ. ഓർഗനൈസേഷൻ ഓഫ് ലാർജ് സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഈ ഓർഗനൈസേഷൻ ഓഫ് ലാർജ് സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റി അടുത്ത പാർട്ടിൽ എടുക്കാം കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് പ്രോപ്പർ സിലബസ് വൈസ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്ത് നമ്മൾ ഓൾറെഡി ഇന്നാപ്പിലൂടെയാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. കംപ്ലീറ്റ് സിലബസ് നമ്മുടെ ആപ്പിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എന്താണ്, നിങ്ങൾക്ക് നമ്മൾക്കൊരു റെക്കോർഡ് ക്ലാസ് കണ്ടാൽ നമുക്ക് ഉറപ്പായിട്ടും സംശയങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പം ഓരോ റെക്കോർഡിങ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ലൈവ് ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോ ദിവസവും ഒരു സ്റ്റഡി പ്ലാൻ തരും കേട്ടോ. നമ്മുടെ മെൻറ്റർ നിങ്ങൾക്ക് ഓരോ ദിവസം ഒരു സ്റ്റഡി പ്ലാൻ തരും.
ഇത്ര വീഡിയോസ് കാണണം, ഇന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ആ സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾക്ക് ഡെയിലി വീഡിയോസുകൾ കാണാനുണ്ടാവും. അപ്പോൾ ആ വീഡിയോസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ലൈവ് ക്ലാസ്സസ് അന്നേ ദിവസം വൈകുന്നേരങ്ങളിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു സ്റ്റഡി പ്ലാൻ ഉണ്ട്. ആ സ്റ്റഡി പ്ലാൻ പ്രകാരമായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോവുക. അതായത് അടുത്ത പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ നമുക്കൊരു 3 മാസം കൊണ്ട് തന്നെ ഈ പ്രോപ്പറായിട്ട് 3-4 മാസം കൊണ്ട് പ്രോപ്പറായിട്ട് ഈ സിലബസ് കവറപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പം റെക്കോർഡഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, അതോടൊപ്പം തന്നെ എന്താണ് നിങ്ങൾക്ക് പരീക്ഷകൾ, നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യം പരീക്ഷകൾ ഇങ്ങനെ എഴുതി ശീലിക്കണം. അപ്പോൾ മോഡൽ എക്സാംസുകളും നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു മെൻറ്ററിൻ്റെ സഹായം, നിങ്ങൾക്ക് ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാൻ ഒരു മെൻറ്റർ അല്ലേ, എപ്പോഴും നമുക്ക് ചോദിക്കാൻ ഒരു മെൻറ്ററിൻ്റെ സഹായം, ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം തന്നെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്കൊരു കംപ്ലീറ്റ് പാക്കേജോടെ ഈ കോഴ്സുകൾ നിങ്ങൾക്ക് ഇപ്പം ലഭ്യമാണ്. ഇപ്പം നല്ല രീതിയിൽ തന്നെ പഠിക്കുക, കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വീണ്ടും നമ്മുടെ ലൈവ് ക്ലാസ്സിൽ കൂടെ ഒക്കെ ഇൻട്രാക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി 9778285055 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ താഴെ ഗൂഗിൾ ഫോംസ് ഉണ്ട്, അതിൽ കൂടെ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.